നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റ് അതീവ വോളറ്റിലായിരുന്നു. GSTയുടെ ആ ഒരു ഗുണം കൊണ്ട് ഓട്ടോ സെക്ടേഴ്സ്, ടാറ്റ മോട്ടോഴ്സ്, M&M, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ ഉൾപ്പെടെയുള്ള ഓട്ടോ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ റാലി രേഖപ്പെടുത്തിയപ്പോൾ IT വളരെ വീക്കായിരുന്നു. IT സെക്ടർ 1% ഒരു ഫോൾ രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല, മാർക്കറ്റ് ഒരു സിംഗിൾ ക്യാനിൽ 100 പോയിൻറ്റിലേറെ ഫോൾ രേഖപ്പെടുത്തി ഇന്നലെ. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. യൂറോപ്യൻ US മാർക്കറ്റുകളിലെല്ലാം തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലേഴ്സായിരുന്നു. 2170 കോടി രൂപക്ക് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ എസ്പെഷ്യലി ട്രംപിൻ്റെ ആ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെ പോസിറ്റീവായിട്ട് തന്നെ നിലകൊണ്ടിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും ഉൾപ്പെടെ പോസിറ്റീവാണ്. ഇന്നലെയും ജപ്പാൻ മാർക്കറ്റ് 1.5% റാലി ഉണ്ടായിരുന്നു. ഇന്നും പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ 24,773 25,000 റെസിസ്റ്റൻസും 24,500 മേജർ സപ്പോർട്ട് സോണുകളായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരാഴ്ച ഒരുപാട് ഈവൻറ്റുള്ള കാര്യം ഓർമ്മയിൽ വെക്കണം. USൻ്റെയും ഇന്ത്യയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലേക്ക് എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇൻഫോസിസ് അവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനി തന്നെ അവരുടെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന പ്രോസസ്സാണ് ഷെയർ ബാക്ക്. ഓപ്പൺ മാർക്കറ്റിൽ നിന്നാവണമെന്ന് നിർബന്ധമില്ല. അല്ലാതെയും ഇപ്പോൾ ഇൻഫോസിസ് വാങ്ങുന്നത് നമ്മുടെ ഡിമാറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ പെർ ഷെയറിന് 1850 രൂപയാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. TCSും സമാനമായ രീതിയിൽ ഇതുപോലെ ഷെയർ ബാക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഓൾട്ടാസ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് 7% സ്റ്റേക്ക് വിൽക്കുകയാണ് എന്നുള്ള ന്യൂസ്. ബ്രിഗേഡ് റിയാലിറ്റി കമ്പനിയാണ്. അവർ ജോയിൻറ്റ് വെഞ്ചറായിട്ട് ബാംഗ്ലൂരിൽ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. സ്റ്റേഡസ് ഫാർമ കമ്പനി ഇവർ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. റെയിൽടെൽ കമ്പനിക്ക് ഇവർക്ക് 396 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വേദാന്ത കമ്പനി ഇവരുടെ സ്റ്റീൽ മെറ്റൽ മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ അവർ 12,500 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വികസിപ്പിക്കുകയാണെന്നുള്ള ന്യൂസ്. ക്വാളിറ്റി പവർ 75 കോടി രൂപയുടെ ഓർഡർ. ഗോദ്രേജ് കൺസ്യൂമർ കമ്പനി ഇൻ്റർനാഷണൽ ഇവർ ബിസിനസ് ആരംഭിക്കുന്നു. മോർഫിൻ ലാബ് UAEയിൽ ഉള്ളൊരു കമ്പനിയായിട്ട് 50% ജോയിൻറ്റ് വെഞ്ചറിൽ ഒരു പുതിയ കമ്പനി അവിടെ രൂപീകരിച്ചു. BR ഗോയൽ ഇൻഫ്ര 126 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഹഡ്കോ കമ്പനി 11,300 കോടി രൂപയുടെ മെട്രോ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചു. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകളാണ്, സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. വൈകിട്ട് 7 മണിക്ക് ഇതേ വാർത്തകളൊക്കെ ആയിട്ട് എത്താം. താങ്ക് യു.